السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. صدق الله مولانا العلي العظيم. तौहीद की अमानत सीनों में है हमारा, तौहीद की अमानत सीनों में है हमारा, आसान नहीं मिठाना नामो निशान हमारा. दुनिया का बुत कदून में पहला वगर खुदा का, हम उसके पासबान हैं वो पासबान हमारा. खंजर हिलाल का है कौमी निशान हमारा, थमता न था किसी से सेले रवान हमारा. वलदतुक उम्मुक यब्न आदम बाकिया वन्नासु हौलुक यल्हकून सुरूरा फजहद लिनफ्सिक अन तकून इज़ा बकौ फी हालि मौतिक लाहिकम मस्रूरा. ബഹുമാനപ്പെട്ട ഈ വേദിയിലിരിക്കുന്ന പണ്ഡിത മഹത്തുക്കൾ, വേദിയിലെ കമ്മിറ്റി ഭാരവാഹികൾ, സദസ്സിലിരിക്കുന്ന എൻ്റെ ബഹുമാന്യരായ കാരണവന്മാർ, പ്രിയപ്പെട്ട
യുവ സുഹൃത്തുക്കൾ, കൊച്ചനുജന്മാർ, ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ബഹുമാന്യരായ സഹോദരിമാർ, കൊച്ചനുജത്തിമാർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ അനസ് മാഷിൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മറ്റൊരിക്കൽ കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പള്ളിയുടെ അങ്കണത്തിൽ വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു മതപ്രഭാഷണ പരിപാടിയിൽ വിനീതൻ സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ സുഹൃത്തും എൻ്റെ ഇംഗ്ലീഷ് അധ്യാപകനുമായ അനസ് മാഷയുടെ ക്ഷണം എനിക്ക് സ്വീകരിക്കേണ്ടി വന്നു. അതും ഒരു യാദൃച്ഛികതയായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ, ഒരിക്കൽ കൂടി നിങ്ങളെ കാണാനും ദീനിന്റെ കാര്യത്തിൽ നിങ്ങളുമായിട്ട് സംവദിക്കുവാനും സാധിച്ചതിൽ 1000 വട്ടം അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. ഇവിടെ 2 ദിവസമായി പ്രൗഢോജ്വലമായ പ്രഭാഷണങ്ങൾ നടന്നു വരികയാണ്. ഇന്നതിൻ്റെ 3-ാം ദിവസവും അവസാന ദിവസവുമാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസത്തോടുകൂടി നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഈ 3 ദിവസങ്ങളിലായി ഇവിടെ ലഭിച്ച വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കിക്കൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള പ്രതിജ്ഞയോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് വിട്ട് നമുക്ക് പിരിഞ്ഞു പോകണം. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പ്രഭാഷണത്തിന് വേണ്ടി പ്രഭാഷണ വേദികൾ സംഘടിപ്പിക്കുന്നവരല്ലെന്ന് മനസ്സിലായല്ലോ. ഇവിടെ മറ്റൊരു ലക്ഷ്യവും മുന്നിൽ വെക്കാതെ പല വേദികളുടെയും താല്പര്യങ്ങൾ, പല പ്രഭാഷണങ്ങളുടെയും താല്പര്യങ്ങൾ സാമ്പത്തികമാണ് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മളിവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സാധാരണ ഞാൻ മതപ്രഭാഷണങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ചോദിക്കും, എന്താ ലക്ഷ്യമെന്ന്. എന്താ ലക്ഷ്യം? ഞാൻ ഉള്ളറിയാൻ വേണ്ടി ചോദിക്കണ തന്നെയാണ്. എന്താ ലക്ഷ്യം? ഒന്നുകിൽ പറയും മദ്രസന്റെ 2ാമത്തെ കെട്ടിടം 2ാമത്തെ നില കൂടി ഒന്ന് വാർക്കണം, അല്ലെങ്കിൽ പള്ളി ഒന്നുകൂടി പുതുക്കി പണിയേണ്ടതുണ്ട്. ഇതൊന്നും മോശപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനു വേണ്ടിയാണ് വാഴ സംഘടിപ്പിച്ചത് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഞാൻ സംശയിച്ചു പോകുന്നു, അവിടെ ലക്ഷ്യം തെറ്റുന്നുണ്ടോ എന്ന്. അതൊക്കെ വേണം. അതൊക്കെ മതപ്രഭാഷണങ്ങളിൽ സംബന്ധിക്കുന്ന ആളുകളെ അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ ഒരു മതപ്രഭാഷണം, ഒരു വാഴ വെക്കുന്നതിന്റെ ഉദ്ദേശം അതാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ സഹോദരി സഹോദരന്മാർക്ക് ദീനീ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും അവരുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുവാനും അങ്ങനെ ഇഹലോകത്തും പരലോകത്തും വിജയം നേടുവാനുമുള്ള ഒരു മാർഗമായിരിക്കണം മതപ്രഭാഷണ വേദികൾ എന്നതാണ് അതിന്റെ ലക്ഷ്യം. അതാണ് ശരിയായ നിയ്യത്ത്. അപ്പോൾ അത് സാധ്യമാകും. ഇന്നൊരുപാട് പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പലപ്പോഴും അതിന്റെ അനുരണനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ 0 ആയിട്ടാണ് പലപ്പോഴും വിലയിരുത്തപ്പെടുക. പറയുന്ന ഉസ്താദിന്റെ വാക്കുകൾ അന്തരീക്ഷത്തിൽ പ്രതിധ്വനി സൃഷ്ടിക്കുന്നുവെന്നല്ലാതെ അത് മനസ്സുകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് സ്വാധീനം ചെലുത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മതപ്രഭാഷണ വേദികൾ വെറും ആൾക്കൂട്ടത്തിന്റെ ഒരു രൂപമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതും ആ വെറും ആൾക്കൂട്ടമായിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ സതുദ്ദേശത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട ഈ വിജ്ഞാനത്തിന്റെ സദസ്സിൽ നിന്ന് വിജ്ഞാനത്തിന്റെ മധു നുകർന്നുകൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റമുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി വേദി സംഘടിപ്പിച്ചവർ, സംഘാടനത്തിന് മുന്നിൽ നിന്നവർ, കമ്മിറ്റി ഭാരവാഹികൾ, പണ്ഡിതന്മാർ, ഇവിടെ അഹോരാത്രം ഇതിനു വേണ്ടി പരിശ്രമിച്ച എന്റെ യുവ സുഹൃത്തുക്കൾ,
അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ പല ഉദ്ദേശത്തോടു കൂടി സദസ്സിൽ സംബന്ധിച്ചവരുണ്ട്. പല വേദനകളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷണങ്ങളും ഒക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചവരാണ് നമ്മൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തരുമാറാവട്ടെ, എല്ലാ വിഷമതകളും നീക്കി തരുമാറാവട്ടെ, എല്ലാ രോഗങ്ങളും ശമിപ്പിച്ചു തരുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഒത്തുകൂടലും ഈ സമയം ചെലവഴിക്കലും ഈ പറച്ചിലും കേൾക്കലും എല്ലാം